ഏറെ പ്രിയപ്പെട്ട UDF കമ്മിറ്റിയുടെ ചെയർമാൻ, ബഹുമാന്യനായ ചേകേരി, ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലനായ പോരാളിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ പോരാട്ടത്തിന്റെയും പ്രതിരോധത്തിന്റെയും പോർമന കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ കെ സുധാകരൻ MP അവർകൾ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കൾ, ബഹുമാന്യനായ UDFന്റെ സ്ഥാനാർത്ഥി പര്യടന പരിപാടി ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്ത് വിശ്വാസത്തിന്റെ ദീപ്തമായിട്ടുള്ള അന്തരീക്ഷമുള്ളതായിരിക്കുന്ന സ്ഥലത്ത് വിജയത്തിലേക്ക് ആവേശത്തോടുകൂടി കടന്നുപോകുന്ന പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ MPയുടെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ അനൽപമായ സന്തോഷവും ആഹ്ലാദവും. സുദീർഘമായ സംസാരത്തിലേക്കൊന്നും കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം കടന്നുപോകുന്ന വലിയ അപകടകരമായ സാഹചര്യം, ഒരിക്കൽ പോലും ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഒരു ഭരണകൂടവും ചെയ്യാത്തതായ അധികാരപ്രമത്തത മുഴുവൻ ജനാധിപത്യ സംവിധാനത്തെയും പാർട്ടികളെയും മുഴുവൻ കടന്നാക്രമിച്ച് ചവിട്ടിമതിച്ച് ഭരണകൂടം മുന്നോട്ട് പോകുന്ന ആസുരതയുടെ ഒരു കാലഘട്ടമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ആ ആസുരതയുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന്റെ നൃശംസതയ്ക്കെതിരെ, അധികാരത്തിന്റെ ദല്ലാളന്മാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നത് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ദൌത്യമാണ്. ED ആകട്ടെ, CBI ആകട്ടെ, ആദായ നികുതിയാവട്ടെ, ഏത് ഉപകരണങ്ങളാകട്ടെ, ആ ഉപകരണങ്ങൾ മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക്, NDAക്ക് എങ്ങനെ ജയിക്കാൻ സാധിക്കും എന്ന് പരീക്ഷണം നടത്തി ഓരോ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കോൺഗ്രസിന് രണ്ടാമത്തെ നോട്ടീസും ഈ രാജ്യത്ത് ആദായ നികുതി പ്രദാനം ചെയ്തു. ആദ്യത്തെ നോട്ടീസിൽ നിന്ന് കോൺഗ്രസ് മറികടക്കും എന്നുള്ള ഘട്ടമെത്തിയപ്പോൾ രണ്ടാമത്തെ നോട്ടീസും കൊടുത്തു. ഒരിക്കൽ പോലും അക്കൌണ്ടിൽ നിന്ന് ഒരു നയാ പൈസ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാതെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഉപകരണമായി ആദായ നികുതി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് ആദായ നികുതിയാണെങ്കിലും, ED ആണെങ്കിലും, നരേന്ദ്രമോദിയാണെങ്കിലും, ഈ രാജ്യത്തെ ജനങ്ങളെയും UDFന്റെ പ്രവർത്തകന്മാരെയും ഉപയോഗിച്ചു ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മർദ്ദന ഉപകരണങ്ങളെയും മറികടക്കാനുള്ള ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിക്കും എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യം ഇതുപോലെ കടന്നുപോയ ഒരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നായകൻ, ഇന്ത്യ മൂവ്മെന്റിന്റെ നായകൻ, UDFന്റെ നായകൻ എന്ന് ചോദിച്ചാൽ 56 മണിക്കൂർ കുടിസായ മുറിയിൽ ED ചോദ്യം ചെയ്ത, 19 വർഷം താമസിച്ച വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോ ആ താക്കോൽ ഏൽപ്പിച്ച് പടിയിറങ്ങി വീണ്ടും ആ വീട്ടിലേക്ക് കടന്നുപോയ, രാജ്യവ്യാപകമായി 2 യാത്രകൾക്ക് നേതൃത്വം കൊടുത്ത് രാജ്യത്തിന്റെ ഹൃദയ സ്പന്ദനങ്ങൾ മുഴുവൻ ആവാഹിച്ചെടുത്ത, ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ കാശ്മീരകത്ത് സംസാരിച്ചതിന്റെ പേരിൽ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യാൻ നേതൃത്വം കൊടുത്ത, ഇന്ത്യ രാജ്യത്ത് 6 മാസക്കാലം പ്രതിപക്ഷ നേതൃനിരയിലെ പ്രധാനപ്പെട്ട നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ നേതൃത്വം കൊടുത്തപ്പോ
സൂറത്ത് എച്ച് വർമ്മയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിന്യായത്തെ തുടർന്ന് 6 മാസം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും അവസാനം ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഇടനെഞ്ചിലേക്ക് ഉയർത്തിയതായ ചൂണ്ടുവിരലുണ്ടല്ലോ, ആ ചൂണ്ടുവിരൽ 1 ഇഞ്ച് താഴ്ത്തില്ല എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ കനപ്പിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഞങ്ങൾ വീണ്ടെടുക്കും. ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിക്ക് പിൻബലം കൊടുക്കാനാണ്, ആത്മബലം കൊടുക്കാനാണ് പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ MP പാർലമെന്റിലേക്ക് കടന്നു പോകുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, CPIM-ന്റെ പ്രധാനപ്പെട്ട നേതൃത്വമാരാണ്, പ്രധാനപ്പെട്ട പ്രചാരകനാരാണ്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരൊറ്റ കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും വെച്ച്, അസംബ്ലിയിൽ എവിടെയെങ്കിലും വെച്ച്, അസംബ്ലിക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് കൃത്യമായി ഉച്ചരിച്ച് അദ്ദേഹത്തിനെതിരായി ഒന്ന് നാവെടുത്ത് സംസാരിക്കാൻ നട്ടെല്ല് കാണിക്കാത്തതായ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ ഏറെ ദുഃഖമുണ്ട്, ഏറെ സഹതാപമുണ്ട്. പ്രതിയോഗികളെ പേരെടുത്ത് വിളിക്കാൻ, അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളെ കൃത്യതയോടുകൂടി വിമർശിക്കാൻ നാവ് പൊങ്ങാത്തതായിരിക്കുന്ന ഭരണകൂടം കേരളത്തിൽ നേതൃത്വം കൊടുക്കുമ്പോ ആ ഭരണകൂടത്തോടുകൂടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെ നിങ്ങൾ ഈ രാജ്യത്ത് BJP-യെ പ്രതിരോധിക്കും? ഇന്ത്യ രാജ്യത്ത് 543 സീറ്റിൽ കേവലം 60-ൽ പരം സീറ്റിൽ 60ഓളം സീറ്റുകളിൽ മത്സരിച്ച് അതിൽ ഇന്ത്യ രാജ്യത്ത് 1ഓ 2ഓ ഏറി വന്നാൽ അത് കേരളത്തിൽ നിന്നല്ല, കോൺഗ്രസ് പിന്തുണയോടുകൂടി അന്യ സംസ്ഥാനത്ത് നിന്ന് ജയിച്ച് ഈ പാർലമെന്റിലേക്ക് കടന്നു പോകുന്ന നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചിഹ്നത്തെയാണെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യത്തെയാണ്, രാജ്യത്തെ ഭരണഘടനയെയാണ്, ഇന്ത്യ രാജ്യത്തെയാണ് എന്നുള്ളത് കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആ വലിയ പോരാട്ടത്തിൽ, രാജ്യത്തെ കാക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കടന്നു വരുമ്പോ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ സീറ്റിൽ നിന്ന് ഞാനുണ്ട് പിന്തുണ എന്ന് എഴുന്നേറ്റിരുന്ന് പ്രഖ്യാപിക്കാനുള്ള അസുലഭമായ ഭാഗ്യം ശ്രീ കെ സുധാകരൻ MP-ക്ക് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചാട്ടൂളി മുളയുള്ള വാക്കുകളും അതുപോലെ പ്രവർത്തകന്മാരെയും ജനാധിപത്യ വിശ്വാസികളെയും ചേർത്ത് നിർത്തി എല്ലാ ജനാധിപത്യ പ്രതിരോധങ്ങൾക്കും ആക്കം കൂട്ടാൻ മാസ്മരിക ശക്തിയോടുകൂടി ഇടപെടുന്നതായ ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ശ്രീ കെ സുധാകരൻ MP-യെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ, രാജ്യത്തിന്റെ ഐക്യത്തിന്റെ, രാജ്യത്തിന്റെ സ്വനി മനസ്കതയുടെ, രാജ്യത്തിന്റെ വികസനത്തിന്റെ, രാജ്യത്തിന്റെ ചേർത്ത് നിൽക്കലിന്റെ, രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണത്തിന്റെ, ജനാധിപത്യത്തിന്റെ ചിഹ്നമായ കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിഹരണ പരിപാടി എല്ലാവരുടെയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഈ സന്ദർഭത്തിൽ ഔപചാരികമായി തുടക്കം കുറിക്കുന്നു. ഇത് ഞങ്ങൾക്ക്